മലപ്പുറം അമരമ്പലം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഭീതി പരത്തിയ കരടി ഒടുവിൽ വനം വകുപ്പ് സ്ഥാപിച്ച കെണിയിൽപ്പെട്ടിട്ടുണ്ട്. TK നഗർ ധർമ്മശാസ്ത്ര അയ്യപ്പ ക്ഷേത്രത്തിൽ സ്ഥാപിച്ച കെണിയിലാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി കരടി അകപ്പെട്ടത്. മേഖലകളിലെ ക്ഷേത്രങ്ങളിൽ കരടി എത്തുന്നത് പതിവ് സംഭവമായിരുന്നു. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശാന്തകുമാർ, അപ്പോ ഒടുവിൽ കരടി കൂട്ടിൽ. തീർച്ചയായും ചെയ്തു. അത് തന്നെയാണ്. കടുവയും അതുപോലെ തന്നെ ആനയും മാത്രമല്ല കരടിയെയും വനം വകുപ്പിന് കീഴടക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നമുക്കതൊന്ന് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഒരു 6 മാസത്തോളമായി ഈ കരടി ഉണ്ടാക്കുന്ന ശല്യം അല്ലെങ്കിൽ പ്രതിസന്ധി ചില്ലറയൊന്നുമല്ല. പക്ഷേ ഈ TK നഗറിലുള്ള ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. ഈ അയ്യപ്പ ക്ഷേത്രത്തിന് സ്ഥിരമായി രാത്രിയിലെത്തും. അവിടെ വന്ന് ക്ഷേത്രത്തിലെ നെയ്യും അതുപോലെ തന്നെ ശർക്കരയും ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന പൂജാദ്രവ്യങ്ങളെല്ലാം ഈ കരടി ഭക്ഷിച്ചാണ് തിരിച്ചു പോവാറ്. ഒപ്പം തന്നെ ആ വിഗ്രഹത്തിൻ്റെ ക്ഷേത്രത്തിനകത്തുള്ള പ്രതിഷ്ഠയ്ക്ക് അടുത്ത് വരെ എത്തി അവിടെ നാശനഷ്ടം ഉറപ്പ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. തുടർന്നാണ് ഇത് വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായതിനു ശേഷമാണ് വനംവകുപ്പ് 2 കൂടുകൾ സ്ഥാപിച്ചത്. ആ കൂടുകളിൽ ഒരു കൂടിലാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി ഇപ്പോൾ ഈ കരടി ഉൾപ്പെടുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കരടിയെ ഇപ്പോൾ അമരമ്പലമുള്ള RRT ഓഫീസ് പരിസരത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. തുടർ നടപടികളിലേക്ക് സ്വീകരിക്കുന്നതിന് വേണ്ടി, അതായത് ഇതിനെ വനത്തിലേക്ക് തുറന്നു വിടുക തന്നെയാണ് ചെയ്യുക. പക്ഷേ അതിൻ്റെ തുടർ നടപടികളിലേക്ക് വേണ്ടി അമരമ്പലം RRT ഓഫീസിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഓക്കെ ശാന്തകുമാർ വളരെ തന്നെ വിവരങ്ങൾ നൽകിയത്. അങ്ങനെ മാസങ്ങളായി ഒരു ജനതയുടെ ഉറക്കം കെടുത്തിരുന്ന കരടി കൂട്ടിലായി.